1 മീറ്റർ തുണിയാണുള്ളത്. 1 മീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ 100 സെൻറ്റിമീറ്റർ. അപ്പം അതിലും കുറച്ചധികം ഉണ്ട് ഇത്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് എന്താണെങ്കിൽ നെയ്റ്റിയാണ്, സിബില്ലാത്ത നെയ്റ്റി. അപ്പോൾ ഇത് നമ്മൾ 2 വശമുണ്ട്. ഇത് നമ്മൾ എല്ലാ മടക്ക് പോലെ 4 മടക്കായിട്ട് എടുക്കാം. 4 മടക്കായി എടുത്തതിന് ശേഷം നമുക്കിതിൽ അളവ് തുടങ്ങാം. എന്തെല്ലാം അളവ് എന്ന് പറഞ്ഞെങ്കിൽ ഷോൾഡർ വേണം, റിഗാൾ വേണം, ചെസ്റ്റ് ഫുൾ ലെങ്ത്ത്, പിന്നെ നമുക്കിതിൽ സ്ലീവ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ടിങ് ഷോൾഡർ ഒരു 5.5, റിഗാൾ 5 എടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇടണം. ഇതിൽ ഇനി ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് ഒരു 7, 7.5 6 നമ്മളെ അളവ്. അതിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് എടുക്കാം. ഫുൾ ലെങ്ത്ത് ഇത് 20 ഉണ്ട്. ഇതിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമുക്ക് ചെസ്റ്റിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വരക്കാം. നീട്ടിയാണിത്. ഇനിയിപ്പോൾ നിൽക്കാൽ ഇതുപോലെ 1 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നെക്ക് വിടുത്ത് ഒരു 2 ഇഞ്ച്, ലെങ്ത്ത് ബാക്ക് 2.5, ഫ്രണ്ട് 4 എടുക്കാം. ഇതുപോലെ നമുക്ക് ലൈൻ വരക്കാം. ഇത് ബാക്ക് ഫ്രണ്ടാണ്. ഇതിൽ ഇതുപോലെ അളവ് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് അളവുകൾ വേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് വശം നെക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, ഷോൾഡർ കട്ട് ചെയ്യാം. ബാക്ക് വശം മാറ്റാം. ഫ്രണ്ട് വശം നെക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, 2 പീസായി. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവ് വേണം. ഓക്കെ, സ്ലീവിൻ്റെ അളവ് നമുക്ക് ഇത് ഇവിടെ നിന്ന് നികാന്ത കട്ടാക്കി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് തുണി. ഇവിടെ നിന്ന് നീളം ഒരു 5 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് എടുക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. ഇങ്ങനെ ടോട്ടൽ 6.5. ഇതുപോലെ നമുക്ക് ലെങ്ത്ത് എടുക്കാം. ഇതിൽ നമുക്കൊരു അളവുണ്ട് സ്ലീവിന്. ഇതുപോലെ സ്ട്രൈറ്റ് 2 ഇഞ്ച് കൊടുക്കണം. പിന്നെ നമ്മൾ റിഗാളിൻ്റെ അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ചിൽ ഒരു അടയാളപ്പെടുത്താനുണ്ട്. ഇതുപോലെ ഈ 2 ഇഞ്ചിൽ നിന്നും ഇതിലേക്ക് ഇങ്ങനെ പോകാം. ഈ 3.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ റിഗാളിൻ്റെ അളവ് നേരത്തെ എടുത്തത് 5.5 അപ്പോൾ നമുക്ക് ഇതിൽ എപ്പോഴും ഒരു 1.5-2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. ടോട്ടൽ 7 എടുത്തിട്ടുണ്ട്. ഇതുപോലെ പോയിട്ട് ഇനി നമുക്ക് ഇതിൽ ബോട്ടം എടുക്കാം. ബോട്ടം കൈ റൗണ്ട് അവിടെ ഒരു 3.5 ഇഞ്ചും തയ്യൽ തുമ്പും എടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് ചെയ്യാം. അറിയാത്തവർക്ക് തന്നെ കമൻറ്റ് ചോദിക്കാവുന്നതാണ് സംശയം. ഇതുപോലെ കട്ട് ചെയ്യാം. സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്താൽ നല്ല ഇതായി ഫിനിഷിംഗായി. അതാണ് സ്ലീവിൻ്റെ കട്ടിങ്. സ്ലീവ് റെഡിയായി. ഇനി നമുക്ക് ഇനിയും കൂടി ആവശ്യമുണ്ട്. നെക്കിലേക്ക് വെക്കാൻ 2 പീസ് ആവശ്യമാണ്, ഫ്രണ്ടിലേക്കും ബാക്കിലും. ഇതിൽ നെക്കിൻ്റെ പീസ് എടുക്കാനുണ്ട്. നെക്ക് ഞാൻ ബാക്ക് 2.5 ഫ്രണ്ട് 4 എടുത്തത്. അപ്പോൾ അതിൽ ഇതുപോലെ തുണി എടുത്തിട്ട് അതിനും അളവെടുക്കാനുണ്ട് നമ്മൾ. ഇതിൽ വിഡ്ത്ത് ഞാൻ നേരത്തെ എടുത്തത് 2 ഇഞ്ചാണ്. അതേ 2 ഇഞ്ച് വിഡ്ത്ത് ഇതിലെടുക്കണം. എന്നിട്ട് ലെങ്ത്ത് നേരത്തെ എടുത്തത് 2.5 ബാക്ക്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം ഇതുപോലെ അടയാളപ്പെടുത്താം.
വെക്കുന്ന പീസാണ് ഇത് നെക്കിലേക്ക്. അപ്പോൾ അതിങ്ങനെ റൗണ്ട് തന്നെ കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ 1 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് എടുക്കാം, ഇവിടെ നിന്ന് 1 ഇഞ്ച് കൂടി എടുത്തിട്ട് ഇതുപോലെ ലൈൻ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരക്കാം. ഇത് നമുക്ക് നെക്കിലേക്ക് വെക്കുന്ന പീസാണ്. ഇത് ബാക്കിലേക്കുള്ളത്. അതേപോലെ ഫ്രണ്ടിലേക്കും ഇതുപോലെ കട്ട് ചെയ്യണം. ഈ പീസാണ്. ഓക്കെ, ഇത് ബാക്കിലേക്ക്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് കൂടി കട്ട് ചെയ്യാം. ഇതുപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് അതേപോലെ 2 ഇഞ്ച് എടുത്ത് ഫ്രണ്ട് ലെങ്ത്ത് 3 അതുപോലെ ലൈൻ ഇടാം. എന്നിട്ട് അതിൽ റൗണ്ട് ചെയ്യാം. അതേപോലെ 1 ഇഞ്ച് എടുക്കാം, ഇവിടെയും 1 ഇഞ്ച് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ ലൈൻ കൊടുക്കാം, അതിങ്ങനെ റൗണ്ട് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെയാണ് നെക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നൈറ്റിക്കുള്ള പീസ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ.